ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു റംബൂട്ടാൻ്റെ തൈ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് റംബൂട്ടാൻ നിറഞ്ഞിട്ടുണ്ട് ആ വളത്തിൽ. നമ്മൾ ഈ ഗ്യാസൊക്കെ വാങ്ങുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ പാക്കം പള്ളിക്കര ഭാഗത്ത്. അപ്പോൾ ആടെയാണ് ഈ സാധനം കണ്ടത്. അപ്പോൾ അത് നോക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് ദാ ഒരു ഉത്സവമൊക്കെ നടക്കുന്ന ഒരു അമ്പലം കണ്ടത്. മുത്തപ്പൻ്റെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഉത്സവമല്ല, മുത്തപ്പൻ തെയ്യത്തിൻ്റെ എന്തോ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. തെയ്യത്തിനൊക്കെ കെട്ടിയിട്ട് കണ്ടു, മുത്തപ്പൻ തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതിലൂടെ ഇങ്ങനെ എഴഞ്ഞ് നീങ്ങിക്കൊണ്ട് നമ്മളതങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഉള്ള ഒരുപാട് തൈലിങ്ങനെ പൊഴുത്തിട്ട് ഞാൻ തമ്മിൽ കണ്ടില്ലേ, അതൊക്കെ പോലെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അവിടെ എടുത്ത ഫോട്ടോ കേട്ടോ. അത് ഇങ്ങനെ പൊഴുത്തിട്ട് നിന്നിട്ട് എന്ത് രസമറിയാം കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കിലോയ്ക്ക് 300 ഉറുപ്പിക കൊടുക്കണം. അതാ 300 400 കൊടുക്കുന്ന വരുന്നുണ്ട്. ഇതാണ് കേട്ടോ തൈ. കണ്ടോ, ഒരുപാട് പച്ചയില പിടിച്ചിട്ട് കാണുന്നുണ്ട് ഇവിടെ. ഞാൻ അവിടെ ചോദിച്ചു, എൻട്രിയിൽ അവരടുത്ത് ഒരു ഗ്യാസിൻ്റെ അവരാണ് നോക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞു എല്ലാം കഴിഞ്ഞു, വിറ്റ് കഴിഞ്ഞു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട് പോലത്തെ സംഭവം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പോയിട്ട് നോക്കി നോക്കാം, എന്തെങ്കിലും കിട്ടുകയാണോ, ചിലപ്പോൾ ബിരിയാണി കൊടുക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ച് അജിതാക്ക് പറഞ്ഞത് കേട്ടതേ ഉള്ളൂ. തപ്പി കാട്, പാമ്പിനെ പേടിയുള്ള ആളാണ്. കാട്ടിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇയാളെ ആണ് ബായിൽ വരുന്ന് പറക്കി എടുക്കുന്നത്, തിന്നുന്ന് ഇതാക്കുന്നു. ഇയാളെ കുഞ്ഞിണ്ടല്ലോ നമ്മളെ ജിയാമോക്ക് റംബൂട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ ജിയാമോള് മാത്രമല്ല, ഷാസിയാകുന്നുണ്ട് നമ്മളെ, അവൾക്കും റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടം. എന്നാലും സിയാക്കാന്ന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മളിതാ പറിച്ച് എടുക്കുകയാണ്. ഞങ്ങൾക്കെന്തോ നമ്മൾ എന്നെ ഒരു കൂട്ടത്തിൽ കൂട്ടണ്ട, കാരണം എനിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ഞാൻ ഇൻ്റർവ്യൂട്ടാണ്. എനിക്ക് അങ്ങനെ വലിയ നാണക്കെട്ടുള്ള കാര്യമാണ്. ഞാനാകെ വീഡിയോ എടുത്ത് വലിയൊരു പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ചേച്ചി ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ആരിടാ. ആ ചേച്ചിക്ക് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, നമ്മളിവിടെ അവരോട് പറഞ്ഞിട്ട് കയറിയത്. അടിയിൽ തന്നെ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. അവ വലുത്, എത്ര വലുതറിയാം കേട്ടോ. പക്ഷേ അല്ലേ, അതിൻ്റെ അകത്തൊന്നും ഇല്ലാന്നേ. ഞാൻ 2-3 പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല, വെറുതെ തോട് മാത്രമായിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ബേജാറായി പോയി. സാരമില്ല, എന്നിരുന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമല്ലേ. അങ്ങനെ നമ്മൾ അതെല്ലാം പറിച്ചിട്ടുണ്ടല്ലോ. കുറേ അജിതാൻ്റെ മടിത്തട്ടിലുണ്ട്, ഒരുപാടുണ്ട്. നല്ല രസമല്ലേ കാണാൻ. ഞാനിങ്ങനെ ഇതൊക്കെ ആദ്യമായിട്ടാണ് മരത്തിൽ തന്നെ ഞാൻ തൊട്ട് നോക്കുന്നത്. ഞാനൊക്കെ ഒരുപാട് നാൾ കണ്ടിരുന്നു, കഴിഞ്ഞ വർഷമൊക്കെ വരുമ്പോൾ കണ്ടിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാനതൊന്നും നോക്കാതിരുന്നില്ല. ഓക്കെ, അങ്ങനെ എല്ലാം താഴെ കുറേ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസം. കാസർഗോഡ് ഭാഷയിൽ പറയാമല്ലേ, കുറേ മോഡേൺ ആണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോ നോക്കിയിട്ട് ഫോൺ വിളിച്ചിട്ടാ. കുറേ ഇങ്ങനെ താഴെ വീണിട്ടുണ്ടെന്ന്. ഇത് വീണിട്ട് ഇങ്ങനെ പാങ്ങില്ലാന്ന് കാണാൻ. താഴെ ഇങ്ങനെ വീണിട്ട് ഇത് പാങ്ങേ ഇല്ല കാണാൻ. എന്ത് പാങ്ങില്ലത് ഇപ്പം, ഇത് ഇത് ചീഞ്ഞിട്ട് ഇത് അങ്ങനെ താഴെ നോക്കിയതാ. താഴെ എന്തോ ഒത്തി നോക്കുന്നുണ്ട്. ഇയാൾ മരത്തിൽ കയറിയിട്ട് ഇങ്ങനെ കൊല പറിച്ചിട്ടിടുന്നുണ്ട് റംബൂട്ടാൻ്റെ. എന്തിനാ ഇയാൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എടുത്തോന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഇയാൾ താഴേക്ക് തുള്ളി ഇത് നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ എല്ലാ ഫ്രൂട്ട്സിൻ്റെ അടുത്ത് കാണാൻ വേണ്ടി പോകാൻ നല്ല രസമാണ്. നല്ല രസമല്ല, ഒരു വൈബല്ലേ, ഒരു മജയല്ലേ എല്ലാം കാണാൻ. അങ്ങനെ ഇയാളെല്ലാം പറക്കിയിട്ടെല്ലാം കൂട്ടി എത്തിയിട്ട് എല്ലാം വീണെടുത്ത് നല്ല എടുത്ത് പറക്കിയിട്ട് പോകുന്നുണ്ട് ഷോപ്പിൽ. നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ട്. അപ്പോൾ നമ്മളെല്ലാം പറക്കിയിട്ടെടുത്ത് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പറക്കികളല്ല, പറക്കി എടുത്തിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അജിത് അങ്ങനെ മടിത്തട്ടിൽ എടുത്തിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കി വരുന്നുണ്ട്. ഇപ്പോൾ കാടും മലയൊന്നും പേടിയില്ല, പാമ്പുണ്ടെങ്കിൽ പ്രശ്നമില്ല, പോയിട്ട് പണി നോക്കുമെന്ന് അറിയൂ. അങ്ങനത്തെ കഥയാണ്. അതുകൊണ്ട് എത്ര ഉണ്ട് അറിയാം മരത്തിൽ. അതെല്ലാം കഴിഞ്ഞതോലു ഭ്രാന്ത്. വെറുതെ ഉള്ളത്, വെറുതെ ഷോക്കുള്ള കളറ് തിന്നാൻ. അതിൻ്റെ ഉള്ളിലൊന്നും ഓടയൊന്നും ഇല്ലാന്ന് വെറുതെ. അങ്ങനെ കുറേ കണ്ട എടുക്കുന്ന ഞാൻ അങ്ങനെ പറഞ്ഞതാ. മടിത്തട്ട് നോക്കി ഫുള്ള് വലുത്, നല്ല വലുപ്പം.